ഇത് നമുക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കുടിക്കാനായിട്ട് നല്ലൊരു സുഖമായിരിക്കും കേട്ടോ. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നൊങ്കാണ്. ഞാനിവിടെ ഒരു 6 പീസ് നൊങ്ക് എടുത്തിട്ടുണ്ട്. നല്ല ഇളയ നൊങ്ക് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലൊരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. മിക്സിയുടെ അകത്തിട്ട് ഒരിക്കലും അടിച്ചെടുക്കരുത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 കപ്പ് നല്ല തണുത്ത പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കാണെങ്കിൽ പഞ്ചസാരയും പാലും മിക്സിയുടെ ജാറിൻ്റെ അകത്തൊന്ന് അടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നല്ല തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ചധികം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നന്നാരി സിറപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കണം. ഇനി ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കുറച്ച് ബദാം വെള്ളത്തിൽ കുതിർത്ത് ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട്. തൊലിയോട് കൂടി ചേർക്കാത്തത് അതിൻ്റെ ഒരു വൈറ്റ് കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുപ്പോട് കൂടി തന്നെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ. വയറിനും നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും പറയാൻ മറക്കരുത്. പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്